ഹായ്, ഇതൊരു വൈകുന്നേരത്തെ വ്ളോഗാണേ. അപ്പം മത്തിച്ചാകര വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. നല്ല മുട്ട മത്തിയാണ് കിട്ടിയേക്കുന്നത്. നല്ല ഫ്രഷ് മത്തിയാണ്. 3 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ ചിക്കനൊക്കെ അല്ലായിരുന്നു. ചിക്കൻ കൂട്ടി മടുത്ത് മീനിന് വിലയായിരുന്നതുകൊണ്ട് മീൻ വാങ്ങിക്കുന്നില്ലായിരുന്നു. അപ്പം നമുക്കിവിടെ കൊല്ലം അടുത്തായതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം വെട്ടി റെഡിയാക്കുവാണ്. എല്ലാവരും വെള്ളവും പിഴുങ്ങി നിൽക്കുവാണ്. ഒത്തിരി ദിവസം കൂടി മീൻ കൂട്ടുന്നതല്ലേ, അതും മത്തി. മത്തി എന്ന് പറയുമ്പോൾ മത്തി വറുത്ത് കൂട്ടാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിറയെ പനഞ്ഞിലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മത്തിയാണ്. വെട്ടുമ്പം തന്നെ നമുക്കൊരു സുഖമാണ്. ഇതെല്ലാം വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും പനഞ്ഞിലും കിട്ടിയിട്ടുണ്ട്. പനഞ്ഞിലിവിടെ എനിക്കും മോൾക്കും ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞങ്ങളത് തേങ്ങ ഇട്ട് തോരൻ വെക്കാനായിട്ടാണ്. മത്തിയെല്ലാം നല്ല കുട്ടപ്പം മത്തിയല്ല, എല്ലാത്തിനും നല്ല വെട്ടി തേച്ച് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയെല്ലാം കൂടെ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെക്കണം. കറി വെക്കാനുള്ളതും വറക്കാനുള്ളതും എല്ലാം മാറ്റി റെഡിയാക്കി വെക്കണം. പനഞ്ഞിൽ കിട്ടിയേക്കുന്നത് നിറയെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മോൾക്ക് സന്തോഷമായി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പനഞ്ഞിൽ വറക്കുക തോരൻ വെക്കുകയൊക്കെ ചെയ്യുന്നത്. പപ്പായും മോനും കൂട്ടുകയില്ല കേട്ടോ. അവർ തൊടുകയില്ല, അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങളേതായാലും ഗോളടിച്ചു. ഞാനതിനെല്ലാം മാറ്റി സെക്ഷൻ തിരിച്ചു വെച്ചു. ഇതെല്ലാം വറക്കാനുള്ളത്. വലിയ മത്തിയല്ല അവിടെ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടി തീർന്നപ്പോൾ തന്നെ ഒത്തിരി നേരമായി കേട്ടോ. 3 കിലോ ഇല്ലേ, 6 മണിയായപ്പം വെട്ടാൻ തുടങ്ങിയതാണ്. 7-7:30 ആയപ്പോഴത്തേനാണ് വെട്ടി തീർന്നത്. അന്നേരത്തേനും മടുത്തു. ഇനി കുളിക്കുകയൊക്കെ ചെയ്യണം. അപ്പം ഞാനതെല്ലാം മാറ്റി വെച്ചു. ഇപ്പം വറക്കാനുള്ളതാണ് വെച്ചിരിക്കുന്നത്, ട്രെയിൽ വെച്ചിരിക്കുന്നത്. കറി വെക്കാനുള്ളതൊക്കെ ബോക്സിനകത്താക്കി വെള്ളത്തിൽ ആക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ മീൻ ഫ്രഷ് ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ്റെ രുചി പോലെ വരുമെന്നാണ് തോന്നുന്നത്. ഞാനങ്ങനെ വെച്ചാണ് കറി വെക്കുന്നത്. അപ്പം നന്നായിട്ടിരിക്കും. അപ്പോൾ ബാക്കി ഇപ്പോഴത്തേക്ക് കറി വറക്കാൻ എടുത്തിടുവാണ്. എല്ലാവർക്കും കുത്തിത്തീരെ തിന്നാനും 3-4 എണ്ണം വെച്ചങ്ങ് വറക്കുവാണ്. അപ്പം നല്ല ചൂട് മത്തിയും കൂട്ടി എല്ലാവരും ചോറിനാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ചൂട് മത്തിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ണട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.